തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. പ്രിയമുള്ളവരെ, ലൂക്കായുടെ കൃതികളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ലൂക്കായുടെ സുവിശേഷത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇന്ന് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. യേശുവിൻ്റെ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? സഭ എങ്ങനെ ഇത്തരുണത്തിൽ വളർന്ന് വലുതായി? തുടങ്ങിയ സ്വാഭാവികമായ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് നാം പറഞ്ഞു. എങ്കിലും സുവിശേഷത്തെ ക്രിസ്തു ചരിത്രം എന്ന് വിളിക്കുന്നത് പോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളെ അപ്പസ്തോലന്മാരുടെ പ്രേക്ഷിത ചരിത്രമെന്നോ ആദിമ സഭാ ചരിത്രമെന്നോ ന്യായമായും വിളിക്കാവുന്നതാണ്. ചില ആമുഖ വിവരണങ്ങളോടുകൂടി ഈ പഠനം നമുക്ക് ആരംഭിക്കാം. പ്രത്യേകിച്ച് 3 ആമുഖ വിവരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായി ഗ്രന്ഥത്തിൻ്റെ പേര്, ഗ്രന്ഥനാമം. രണ്ടാമതായിട്ട് സവിശേഷതകൾ. മൂന്നാമതായിട്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ഘടന. അപ്പോൾ ആദ്യമായിട്ട് ഈ ഗ്രന്ഥത്തിൻ്റെ നാമം, ബുക്സ് നെയിം. കയ്യെഴുത്ത് പ്രതികളിൽ വ്യത്യസ്തമായ പേരുകൾ ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്നു. അതിനർത്ഥം ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ ആദിമസഭ ഈ ഗ്രന്ഥത്തെ എപ്രകാരമാണ് കണ്ടിരുന്നത് എന്നതിന് തെളിവാണ് ഈ വിവിധ നാമങ്ങൾ അല്ലെങ്കിൽ വിവിധ പേരുകൾ. ചില പേരുകൾ ഇപ്രകാരമാണ്: അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ. രണ്ടാമതായിട്ട് വിശുദ്ധ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ. മൂന്നാമതായിട്ട് സുവിശേഷകനായ ലൂക്കായുടെ വിശുദ്ധ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നെല്ലാം വിവിധ കയ്യെഴുത്ത് പ്രതികളിൽ നാം കാണുന്നു. ഈ കയ്യെഴുത്ത് പ്രതികളിലെല്ലാം എടുത്തു പറയുന്ന പദം പ്രവർത്തനങ്ങൾ എന്നുള്ള പദമാണ്. പ്രവർത്തനങ്ങൾ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദം പ്രാക്സേസിസ് എന്നാണ്. ഈ ഗ്രീക്ക് പദം പ്രാക്സേസിസ് അർത്ഥമാക്കുന്നത് മഹാരഥന്മാരായ ചരിത്ര വ്യക്തികളുടെയും ഐതിഹ്യ പുരുഷന്മാരുടെയും വീരകഥകൾ എന്നാണ് പ്രാക്സേസിസ് എന്ന പദത്തിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഗ്രീക്ക്, റോമൻ സാഹിത്യ ലോകത്ത് അനവധി ഉണ്ടായിരുന്നു. അതേസമയം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈ വാക്കിന് അത്തരമൊരു അർത്ഥം നൽകിയിട്ടില്ല. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും അവരുടെ വ്യക്തിപരമായ പ്രവൃത്തികളായല്ല, ദൈവത്തിൻ്റെയും ദൈവാത്മാവിൻ്റെയും യേശുവിൻ്റെയും പ്രവർത്തനങ്ങളായാണ് ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നത്. അപ്പസ്തോലന്മാരിലൂടെ ദൈവം നടത്തിയ പ്രവർത്തനങ്ങളാണ് അവ എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഗ്രന്ഥത്തെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാ അപ്പസ്തോലന്മാരുടെയും പ്രവർത്തനങ്ങൾ ഈ പുസ്തകത്തിലില്ല. 11 അപ്പസ്തോലന്മാരുടെ പേരുകൾ അതിലുണ്ട്. അവരിൽ ചിലരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ വിവരിച്ചിട്ടുള്ളൂ. മുഖ്യമായും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രവർത്തനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് ഈ ഗ്രന്ഥത്തെ വിളിച്ചാലും കുഴപ്പമില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന 12 പേർ മാത്രമല്ല, യൂദാസിന് പകരക്കാരനായ മത്ഥിയാസും അപ്പസ്തോല ഗണത്തിൽപ്പെടുന്നു. അതുപോലെ തന്നെ പൗലോസിനെയും ബർണബാസിനെയും അപ്പസ്തോലന്മാർ എന്നാണ് അധ്യായം 14:4-ലും 14-ലും വിശേഷിപ്പിക്കുന്നത്. ഈ അപ്പസ്തോല പ്രമുഖരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ പേര് പലതരത്തിലുണ്ട് എങ്കിലും നമുക്ക് ഈ പുസ്തകത്തിൻ്റെ സവിശേഷതകളിലേക്ക് പോകാം. 8 സവിശേഷതകൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് ഉണ്ട് എന്ന് ചുരുക്കത്തിൽ പറയാം. ആദ്യത്തെ സവിശേഷത, ആദിമസഭയുടെ ആദ്യ ചരിത്രമായതുകൊണ്ട്
എല്ലാ ആദ്യ സംഭവങ്ങളുടെയും ഗ്രന്ഥമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന്, സഭയിലെ അധികാരികളെ നിയമിക്കുവാനുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് 1 അധ്യായം 23 മത്യാസിന്റെ തെരഞ്ഞെടുപ്പ്. ആദ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ 2 അധ്യായം 14 മുതൽ 40 വരെ. പത്രോസിന്റെ പ്രസംഗം. ആദ്യ സഭയിലെ മാനസാന്തരങ്ങൾ ഏതാണ്ട് 3000 പേർ. 2 അധ്യായം 41 ആദ്യത്തെ അത്ഭുതം 3 അധ്യായം 1 മുതൽ 11 വരെ, മുടന്തനു നൽകുന്ന സൗഖ്യം. ആദ്യത്തെ മതമർദ്ദനം 4 അധ്യായം 1 മുതൽ 4 വരെ, പത്രോസും യോഹന്നാനും സംഘത്തിന്റെ മുമ്പിൽ. ആദ്യത്തെ ശിക്ഷാ നടപടി 5 അധ്യായം 1 മുതൽ 11 വരെ, അനനിയാസ് സഫീറ ദമ്പതികൾക്ക് നേരെ നൽകുന്ന ശിക്ഷാ നടപടി. ആദ്യത്തെ ഡീക്കന്മാർ 6 അധ്യായത്തിൽ, അവർ 7 പേർ. അതുപോലെ തന്നെ ആദ്യമായി ഒരു അൽമായൻ, അപ്പസ്തോലനല്ലാത്ത ഒരുവൻ വചനം പ്രസംഗിക്കുന്നത് സ്തേഫനോസ് 7 അധ്യായം 2 മുതൽ 53 വരെ. ആദ്യത്തെ രക്തസാക്ഷി സ്തേഫനോസ് 7:54 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ. ആദ്യ വിജാതീയ മാനസാന്തരങ്ങൾ 10 അധ്യായം 44 മുതൽ. ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന പേര് ഉപയോഗിക്കുന്നത് 11 അധ്യായം 21 ആദ്യമായി അപ്പസ്തോലന്മാരിൽ ഒരുവൻ മരിക്കുന്നത് യാക്കോബിന്റെ വധം 12 അധ്യായം 2 ആദ്യമായി ഒരു സഭാ സമൂഹം പ്രേക്ഷിത ദൗത്യം നടത്തുന്നത് 13 അധ്യായം 1 മുതൽ 2 വരെ. അന്ത്യോക്യയിലെ സഭയാണ് ആദ്യമായി പ്രേക്ഷിത ദൗത്യം നടത്തുന്നത്. ആദ്യ സഭാ കൗൺസിൽ ജെറുസലേം കൗൺസിൽ 15 അധ്യായം 1 മുതൽ 30 വരെ. യൂറോപ്പിലെ ആദ്യ സുവിശേഷ പ്രഘോഷണം നെയോപോലീസ്, ഫിലിപ്പി എന്നിവിടങ്ങളിൽ 16 അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആദ്യ ചരിത്രമായതുകൊണ്ട് എല്ലാ ആദ്യ സംഭവങ്ങളുടെയും ഒരു ഗ്രന്ഥമാണിത്. അപ്പോൾ രണ്ടാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ, ലേഖനങ്ങളെയും സുവിശേഷങ്ങളെയും കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. പൗലോസ്ലീഹായുടെയും മറ്റും ലേഖനങ്ങൾ സ്വീകരിക്കുന്ന സഭകൾ എങ്ങനെ രൂപം കൊണ്ടു എന്ന ചരിത്രം അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് നാം കാണുന്നത്. ആ സഭകളുടെ പശ്ചാത്തലവും സ്വഭാവവും അറിയാൻ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ യേശു ചരിത്രവും സഭാചരിത്രവും ഒന്നിച്ചു ചേരുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ ലേഖനങ്ങളെയും സുവിശേഷങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആണ്. മൂന്നാമത്തെ സവിശേഷത നമുക്ക് കാണാൻ പറ്റുന്നത് സഭാ പരിണാമത്തിന്റെ രീതി, അല്ലെങ്കിൽ സഭയിലുണ്ടായ പല മാറ്റത്തിന്റെ രീതികളും ഈ ഗ്രന്ഥത്തിൽ കാണാനാവും. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചില സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ സംഭവങ്ങളുടെ ഒരു പുനരാവൃത്തി നമുക്ക് കാണുവാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന്, പെന്തിക്കോസ്തായെ തുടർന്നുണ്ടായ ചൈതന്യപൂരിതമായ ഒരു സഭയെ പിന്നീട് അതേ രീതിയിൽ ലൂക്ക അവതരിപ്പിക്കുന്നില്ല. ഉദ്ധിതനായ യേശു അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചതുപോലെ പിന്നീടുള്ള എല്ലാ സഭാ നേതാക്കളെയും പഠിപ്പിക്കുന്നില്ല. തീനാവുകളുടെയും കൊടുങ്കാറ്റിന്റെയും രൂപത്തിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുപോലെ പിന്നീടുള്ള വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ ആ രീതിയിൽ സ്വീകരിക്കുന്നില്ല. പ്രഥമ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങൾ അവരുടെ വസ്തുവകകൾ വിറ്റ് പൊതുസ്വത്തായി നൽകിയതുപോലെ പിന്നീട് നാം അങ്ങനെ കാണുന്നില്ല. സഭയിൽ കള്ളം പറയുന്നവരെ മരണം കൊണ്ട് ശിക്ഷിക്കുന്ന രീതി പിന്നീട് നാം കാണുന്നില്ല. കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുന്ന വിശ്വാസികളെ മാലാഖ വഴിയോ ഭൂകമ്പം വഴിയോ രക്ഷപ്പെടുത്തുന്നത് പിന്നീട് നാം കാണുന്നില്ല. സ്തേഫനൂസിനെ പോലെ സ്വന്തം മരണത്തിന് മുമ്പ് ഉദ്ധിതന്റെ ദർശനം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നില്ല. പൗലോസിനെ പോലെ മാനസാന്തരത്തിന് മുമ്പ് ഉദ്ധിതനായവനെ കാണുവാനും ശ്രവിക്കുവാനുമുള്ള ഭാഗ്യം എല്ലാവർക്കുമില്ല. വിജാതീയരുടെ അടുക്കൽ മാലാഖ ചെന്ന്
മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നത് പിന്നീട് കാണുന്നില്ല. അപ്പസ്തോലന്മാർ പ്രവർത്തിക്കുന്നത് പോലുള്ള അത്ഭുതങ്ങൾ എല്ലാ പ്രേക്ഷിതരും പിന്നീട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ മാറ്റങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഒരു സവിശേഷതയാണ്. അടുത്തതായി അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ നാലാമത്തെ സവിശേഷത എന്നുള്ളത് പരിശുദ്ധാത്മാവിനുള്ള പ്രാധാന്യമാണ്. ഈ പേര് തന്നെ പരിശുദ്ധാത്മാവ് ഏകദേശം 50 പ്രാവശ്യത്തിലേറെ ഈ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഗ്രന്ഥമെന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ സവിശേഷത, സുവിശേഷത്തിലെ പോലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും പ്രാർത്ഥന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓരോ അധ്യായത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 14-ാം വാക്യം, 2-ാം അധ്യായം 42-ാം വാക്യം, 3-ാം അധ്യായം 1-ാം വാക്യം, 4-ാം അധ്യായം 24-ാം വാക്യം, 6-ാം അധ്യായം 4-ാം വാക്യം, 7-ാം അധ്യായം 59-ാം വാക്യം, 8, 15, 9, 11, 10, 2, 12, 5, 14, 23 എന്നിങ്ങനെ. തുടർന്ന് പിന്നീട് നമുക്ക് നോക്കുവാണെങ്കിൽ ആറാമതായിട്ട് മറ്റൊരു സവിശേഷത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പ്രേക്ഷിത സ്വഭാവമാണ്. ഈ പ്രേക്ഷിത സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് യേശു നൽകിയ പ്രേക്ഷിത കൽപ്പന 1:8 കാണുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. ഈ കൽപ്പന അക്ഷരാർത്ഥത്തിൽ അപ്പസ്തോലന്മാരുടെയും മറ്റ് പ്രേക്ഷിതരിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നേതൃത്വത്തിലും സാക്ഷാത്കരിക്കുന്ന ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രേക്ഷിത ദൗത്യത്തിന് ആവശ്യമാം വിധം സഭയുടെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളും പുതിയ തീരുമാനങ്ങളും അത് നിറവേറ്റുന്നതിൽ സഭ അനുഭവിക്കുന്ന ക്ലേശങ്ങളും വചനപ്രചാരണത്തിന്റെ അതുപോലെ തന്നെ സഭാ സമൂഹത്തിന്റെ വളർച്ചയും ഗ്രന്ഥകാരൻ ഇതിൽ അവതരിപ്പിക്കുന്നു. ഈ അവതരണം എക്കാലത്തെയും സഭയുടെ പ്രേക്ഷിത രീതികൾക്ക് മാതൃകയും പാഠവുമാവും വിധം ലൂക്ക അവതരിപ്പിച്ചിരിക്കുന്നു. വചനത്തിന്റെ പ്രചാരം അല്ലെങ്കിൽ വചനത്തിന്റെ വളർച്ചയെപ്പറ്റി ഗ്രന്ഥത്തിൽ ഉടനീളം വായനക്കാരനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിലൂടെയാണ് വചനത്തിന്റെ പ്രചാരം സംഭവിക്കുന്നത്. അതിന് നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾക്കുണ്ടാകേണ്ട ഗുണങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളുമെല്ലാം വളരെ നാടകീയമായി തന്നെ ലൂക്ക അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രേക്ഷിത സ്വഭാവം അപ്പസ്തോല പ്രവർത്തനങ്ങൾ നൽകുന്ന ഊന്നലാണ്. നാം കാണുന്ന അടുത്ത ഒരു സവിശേഷത, ഏഴാമത്തെ സവിശേഷത എന്നത് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രസംഗ മാതൃകകൾ നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നതാണ്. പ്രേക്ഷിതരുടെ പ്രധാനപ്പെട്ട പ്രസംഗ മാതൃകകളും ഈ ഗ്രന്ഥത്തിൽ ഉടനീളം കാണാം. വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് ശ്രോതാക്കളുടെ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു യേശു സന്ദേശം തന്നെ ഈ പ്രസംഗങ്ങളിൽ അവതരിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ അവസാനത്തെ എട്ടാമത്തെ സവിശേഷത എന്നുള്ളത് യഹൂദരുടെ ഇടയിലെ പ്രേക്ഷിത പ്രവർത്തനവും വിജാതീയരുടെ ഇടയിലെ പ്രേക്ഷിത പ്രവർത്തനവും തുല്യ പ്രാധാന്യത്തോടെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിന് യഹൂദരുടെ ഇടയിലും വിജാതീയരുടെ ഇടയിലും നേതൃത്വം നൽകുന്ന പത്രോസിനെയും പൗലോസിനെയും സമാന്തരമായി ലൂക്ക അവതരിപ്പിക്കുന്നു. ഈ 8 സവിശേഷതകൾ വഴി അപ്പസ്തോല പ്രവർത്തനങ്ങൾ പുതിയ നിയമത്തിലെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ ഘടന നമുക്ക് പരിശോധിക്കാം. ഗ്രന്ഥത്തിന്റെ ഘടന എങ്ങനെ നമുക്ക് ഇതിനെ എങ്ങനെ വിഭജിക്കാം എന്ന് നമുക്കൊന്ന് പരിശ്രമിക്കാം.
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 താക്കോൽ വാക്യം അല്ലെങ്കിൽ പ്രേഷിത കൽപ്പന വാക്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. ഈ താക്കോൽ വാക്യം നൽകുന്ന പ്രേഷിത പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ സാക്ഷികളായി തീരുന്നതിൻ്റെ രൂപരേഖയോടൊപ്പം അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ഘടനയും നമുക്ക് കാണാവുന്നതാണ്. ആദ്യ 7 അധ്യായങ്ങൾ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ജെറുസലേമിലെ സാക്ഷി വിവരണം എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. അതായത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനും ശേഷം ജെറുസലേം സമൂഹത്തിൻ്റെ ജീവിതവും അവിടെയുള്ള സാക്ഷിപ്രവർത്തനങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് ആദ്യത്തെ ഈ 7 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ 8 തൊട്ട് 12 വരെയുള്ള അധ്യായങ്ങളിൽ ഈ സാക്ഷി വിവരണം അല്ലെങ്കിൽ പ്രേഷിത ദൗത്യം ജെറുസലേം വിട്ടു മുന്നേറുന്നത് നമുക്ക് കാണാവുന്നതാണ്. സ്തേഫനൂസിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് സഭ ജെറുസലേം വിട്ട് യൂദയായുടെ മറ്റ് ഭാഗങ്ങളിലേക്കും സമറിയായിലേക്കും വ്യാപിക്കുന്നു. ഈ യഹൂദ ഭൂമിയിൽ തന്നെ വിജാതീയരും ദൈവഭയമുള്ളവരും വിശ്വാസം സ്വീകരിക്കുന്നുണ്ട്. 10-ാം അധ്യായം 48-ാം വാക്യം. പിന്നീടുള്ള അധ്യായങ്ങളിൽ 13 മുതൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ അവസാനം വരെ 28-ാം അധ്യായം വരെ നാം കാണുന്നത് ജെറുസലേമിലെ മതമർദ്ദനത്തിന്റെ ഫലമായി ക്രൈസ്തവർ വിദൂര ദേശങ്ങളിലേക്ക് പോയി വിജാതീയ ഭൂമിയിൽ നടത്തുന്ന സാക്ഷ്യപ്രവർത്തനങ്ങളാണ് ഈ അധ്യായങ്ങളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. 28-ാം അധ്യായത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവവചനം എത്തി നിൽക്കുന്നതോടെയാണ് ഈ ഗ്രന്ഥം അവസാനിക്കുന്നത്. ഈ ഗ്രന്ഥത്തിന് കൃത്യമായ ഒരു ഉപസംഹാരം, കൺക്ലൂഷൻ ഇല്ല. കാരണം സഭ ലോകത്തിന്റെ അതിർത്തികൾ വരെ എല്ലാവരിലേക്കും ഈ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കണമെന്നതാണ്. അത് പര്യവസാനിച്ച ക്ലോസ്ഡ് സംഭവമല്ല, അതൊരു തുടരേണ്ട ദൗത്യമാണ്. അപ്പോൾ പഠന സൗകര്യാർത്ഥം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 വെളിച്ചത്തിൽ സാക്ഷി വിവരണം അല്ലെങ്കിൽ പ്രേക്ഷിത വിവരണം അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം വ്യാപിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ക്രമത്തിൽ തന്നെ നമുക്ക് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളെ വിഭജിക്കാവുന്നതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് 1-ാം അധ്യായം 1 മുതൽ 26 വരെ ആമുഖമായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അരൂപിയെ സ്വീകരിക്കാൻ യേശു ശിഷ്യന്മാരെ ഒരുക്കുന്നതാണ് 1-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം. 2-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം 1 വരെ ജെറുസലേമിലെ പ്രേക്ഷിത ദൗത്യം, 8-ാം അധ്യായം 2-ാം വാക്യം മുതൽ 12-ാം അധ്യായം 25-ാം വാക്യം വരെ സമറിയായാലും യൂദയായാലും നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനത്തെ ലൂക്ക കാണിക്കുന്നു. 13-ാം അധ്യായം 1 മുതൽ 15-35 വരെ വിജാതിയരുടെ ഇടയിലെ പ്രാരംഭ പ്രേക്ഷിത ദൗത്യം നമുക്ക് കാണാവുന്നതാണ്. 15-ാം അധ്യായം 36 മുതൽ 28-ാം അധ്യായം 31 വരെ ഭൂമിയുടെ അതിർത്തികളിലേക്കുള്ള പ്രേക്ഷിത ദൗത്യമാണ് നാം കാണുന്നത്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രമുഖരെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിഭജനവും അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് സാധ്യമാണ്. ആദ്യ അധ്യായങ്ങളിൽ പത്രോസിൻ്റെയും പിന്നീട് പൗലോസിൻ്റെയും പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത്. 1 തൊട്ട് 12 വരെ പത്രോസിൻ്റെ ദൗത്യമാണെങ്കിൽ 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ പൗലോസിൻ്റെ ദൗത്യമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ 2 രീതിയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളെ വിഭജിക്കാവുന്നതാണ്. ഒന്നാമതായി സാക്ഷ്യത്തിൻ്റെ മുന്നേറ്റം അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം. രണ്ടാമതായി അപ്പസ്തോല പ്രമുഖരെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിഭജനവും, പത്രോസിൻ്റെ ദൗത്യവും പൗലോസിൻ്റെ ദൗത്യവും. അടുത്തതായിട്ട് നമുക്ക് ഒരു ലഘു വ്യാഖ്യാനത്തിലേക്ക്, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഒരു ലഘു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. 1-ാം അധ്യായം
1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ നാം ആമുഖമായിട്ടാണ് കരുതുന്നത്. അരൂപിയെ സ്വീകരിക്കുവാനായിട്ട് അവർ ഒരുങ്ങുന്നു. ഈ സഭാചരിത്രത്തെ യേശു ചരിത്ര ഗ്രന്ഥമായ സുവിശേഷവുമായി ബന്ധിപ്പിച്ച് മുൻ ചരിത്രത്തിന്റെ തുടർച്ചയാണിതെന്ന് സ്ഥാപിക്കാനാണ് 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്ക ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സുവിശേഷത്തിന്റെ ആമുഖമായും സുവിശേഷത്തിന്റെ ഉപസംഹാരത്തിലെ സ്വർഗാരോഹണ വിഷയവും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആദ്യ ഭാഗം കൂട്ടിയിണക്കുന്നു. സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉത്ഥാനം കഴിഞ്ഞ് 40-ാം ദിവസമാണ് സ്വർഗാരോഹണ സംഭവം നടക്കുന്നുവെന്ന് മാത്രം. അവസാനമായി ശിഷ്യന്മാരോട് അവരുടെ പ്രേക്ഷിത ദൗത്യം വ്യക്തമാക്കിക്കൊണ്ട് 1-ാം അധ്യായം 8-ാം വാക്യം, താക്കോൽ വാക്യം, യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്, യേശു ഭൂമിയിൽ വെച്ച് സംസാരിച്ച ഏറ്റവും അവസാനത്തെ വാക്കുകൾ ഈ പ്രേക്ഷിത കൽപ്പനയാണ്. യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം സ്വയം ഒരുക്കിയതുപോലെ ഇവിടെ 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യേശു അവരെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉത്ഥാനത്തിന് സാക്ഷികളാകേണ്ടവർക്ക് ഉത്ഥാനത്തിന് തെളിവ് നൽകിക്കൊണ്ടാണ് അവരെ യേശു തമ്പുരാൻ ഒരുക്കുന്നത്. 1-ാം അധ്യായം 12 മുതൽ 26 വരെ നാം കാണുന്നത് അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതും അപ്പസ്തോല സമൂഹത്തെ പുനർനിർമ്മിക്കുന്നതുമാണ്. പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1:15 അവരുടെ ആകെ സംഖ്യ എന്ന് പറയുന്നത് 120 പേരാണെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 11 അപ്പസ്തോലന്മാരും ഏതാനും സ്ത്രീകളും മറിയവും മറ്റേതാനും വ്യക്തികളുമാണ് അവിടെയുള്ളത്. മറിയത്തെക്കുറിച്ചുള്ള ലൂക്കായുടെ അവസാന പരാമർശവും കൂടിയാണ് ഇത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ആദ്യ വിശ്വാസ സമൂഹത്തിന്റെ നേതാവായി പത്രോസ് പ്രവർത്തിക്കുന്നതാണ് ഗ്രന്ഥകാരൻ വിവരിക്കുന്ന മറ്റൊരു സുപ്രധാന കാര്യം. പത്രോസ് അവരോട് യൂദാസിന്റെ മരണം പരാമർശിച്ചുകൊണ്ട് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകത പ്രസംഗിക്കുന്നു. ഈ പകരക്കാരനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തായിരിക്കണമെന്ന് ലൂക്ക വ്യക്തമാക്കുന്നുണ്ട്. യോഗ്യതയുള്ളവരെ കണ്ടെത്തി പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നത് വിശ്വാസികളാണ്. സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് പകരക്കാരനെ നിയമിച്ചതെന്ന് സാരം. അങ്ങനെ മത്തിയാസ് യൂദാസിന് പകരം അപ്പസ്തോലന്മാരിൽ ചേർന്ന് 12 എന്ന സംഖ്യ തികയ്ക്കുന്നു. എന്നാൽ ഈ 12 പേരുടെ ഗണം എന്നുള്ളത് പിന്നീട് തുടരുന്നതായി ഗ്രന്ഥത്തിൽ കാണുന്നില്ല. മറ്റ് ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും ഉള്ളതാണ് ഗ്രന്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത്. അടുത്തതായി അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ഘടനയിലെ 2-ാം ഭാഗത്തേക്ക് നാം കടക്കുമ്പോൾ അധ്യായം 2 മുതൽ 8-ാം അധ്യായം 1-ാം വാക്യം വരെ അത് ജെറുസലേമിലെ പ്രേക്ഷിത പ്രവർത്തനമാണ്, പ്രേക്ഷിത ദൗത്യമാണ്. ജെറുസലേമിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഈ ഭാഗത്ത് ലൂക്ക അവതരിപ്പിക്കുന്നത് പെന്തിക്കോസ്താ ദിനത്തിലെ പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അതേ തുടർന്നുള്ള പത്രോസിന്റെ സാക്ഷ്യപ്രസംഗവും അതിന് ലഭിച്ച പ്രതികരണവും ആദ്യ ക്രൈസ്തവരുടെ സമൂഹ ജീവിതവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും അപ്പസ്തോലന്മാർ നേരിടുന്ന പ്രതിസന്ധികളും ജെറുസലേമിലെ ഹെലനിസ്റ്റുകളുടെ, അതായത് ഗ്രീക്കുകാരുടെ പ്രതികരണവും അത് സഭയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയും അതിന് കണ്ടെത്തിയ പരിഹാരവും ആദ്യ ഡീക്കന്മാരുടെ ചരിത്രവുമെല്ലാമാണ് ഈ 2-ാം ഭാഗത്ത് ലൂക്ക വിവരിക്കുന്നത്. ആഴ്ചകളുടെ തിരുനാൾ അഥവാ പെന്തിക്കോസ്ത എന്ന് വിളിക്കപ്പെടുന്ന തിരുനാൾ വേളയിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ ആവസിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് വിമോചനം കഴിഞ്ഞ് 1.5 മാസത്തിന് ശേഷമാണല്ലോ ഇസ്രായേൽ ജനം സീനായ് മലയിൽ എത്തിയതും അവിടെ വച്ച് ദൈവം ഇസ്രായേൽക്കാരുമായിട്ടുള്ള ഒരു ഉടമ്പടി സ്ഥിരീകരിക്കുന്നതും അതുവഴി യഹോവ അവരുടെ ദൈവവും അവർ ദൈവജനവുമായി പുതിയ കൽപ്പനകൾ അവർക്ക് നൽകപ്പെട്ടു. അതിൻ്റെ ഓർമ്മയാണ് പഴയ നിയമ പെന്തിക്കോസ്ത എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ പെന്തിക്കോസ്തായിലൂടെ
പുതിയൊരു ദൈവജനം രൂപവൽക്കരിക്കപ്പെടുന്നു. അരൂപിയുടെ നിയമം അവർക്ക് നൽകപ്പെടുന്നു. സീനായ് മലമുകളിൽ ഇടിവെട്ടും പുകയും ദൈവപ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളാണ് എങ്കിൽ അതിന് സമാനമായത് പുതിയ പെന്തിക്കോസ്തായിലും സംഭവിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ മാത്രമാണ് ദൈവജനമെങ്കിൽ പുതിയ നിയമത്തിൽ എല്ലാ ദേശക്കാരുമാണ് വചനം സ്വീകരിച്ച് ദൈവജനമായത്. ജെറുസലേമിൽ ഉണ്ടായിരുന്ന നാനാദേശക്കാരായിരുന്നവരുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ പിന്നീട് നിറവേറാൻ പോകുന്ന വലിയ ദൗത്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്തായും അതിനുശേഷമുള്ള സംഭവങ്ങളും വിവരിച്ചതിന് ശേഷം അടുത്ത അധ്യായത്തിൽ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരത്ഭുതവും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് 3-ാം അധ്യായത്തിൽ ലൂക്ക വിവരിക്കുന്നത്. യേശു എന്ന നാമത്തിൻ്റെ ശക്തിയും ആത്മാവാൽ നിറഞ്ഞ അപ്പസ്തോലന്മാരുടെ ശിക്ഷ ചൈതന്യവും ഇവിടെ വ്യക്തമാണ്. സമ്പത്തല്ല, യേശുവിനെ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. സഭയുടെ പ്രേക്ഷിത ശൈലിക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വലിയൊരു സത്യം ലൂക്ക ഇവിടെ വരച്ചു വെക്കുന്നു. പ്രേക്ഷിത ദൗത്യം അടിസ്ഥാനപരമായി യേശുവിനെ വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് നൽകുന്നതാണ്. അതിൻ്റെ ഫലമായി ശിഷ്യന്മാർ നേരിടുന്ന എതിർപ്പും ഈ 3-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. അടുത്ത അധ്യായങ്ങളിൽ 4-ാം അധ്യായം 32 മുതൽ 5-ാം അധ്യായം 11 വരെ ആദിമസഭയുടെ സ്വഭാവം വിവരിക്കുന്നു. എല്ലാം പൊതുവായി കരുതിയ ആദിമ സമൂഹത്തിൻ്റെ ലക്ഷ്യവും അതിനോടുണ്ടായ പ്രതികരണങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ഇവിടെ വ്യക്തമാണ്. സഭയുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ 4 എണ്ണമായി ഇവിടെ അവതരിപ്പിക്കുന്നു. 1 കൂട്ടായ്മ, 2 പ്രാർത്ഥന, 3 അപ്പം മുറിക്കൽ, 4 അപ്പസ്തോലന്മാരുടെ പ്രബോധനം. ഇതിനുശേഷം 5-ാം അധ്യായം 12 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ അപ്പസ്തോലന്മാർ 2-ാം പ്രാവശ്യം വിചാരണയ്ക്ക് വിധേയമാകുന്ന സംഭവമാണ്. വചനപ്രഘോഷണം മുന്നേറുന്നതിനനുസരിച്ച് മത അധികാരികളും രാഷ്ട്രീയ അധികാരികളുമായുള്ള പ്രേക്ഷിതരുടെ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുന്നു. എന്നാൽ ഈ ഏറ്റുമുട്ടലുകളുടെ നടുവിലും സഭ വളരുകയും ചെയ്യുന്നു. ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ഘടനയിലെ ഈ 2-ാമത്തെ ഭാഗം ലൂക്ക അവസാനിപ്പിക്കുന്നത് വിശ്വാസികൾ നേരിടുന്ന പ്രതിസന്ധികളും സഭയുടെ വളർച്ചയും കാണിച്ചുകൊണ്ടാണ്. സഭ വളരുന്നതോടെ പുതിയ ഘടനയും പുതിയ ശുശ്രൂഷകരും ആവശ്യകരമായി തീരുന്നു. 6-ാം അധ്യായത്തിൽ ഡീക്കന്മാരുടെ തിരഞ്ഞെടുപ്പ് പ്രധാനമാണ്. ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന രീതിയും അവരുടെ യോഗ്യതകളുമെല്ലാം കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവരുടെ ശുശ്രൂഷയും ഡീക്കന്മാരുടെ ശുശ്രൂഷയും അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയും ഇവിടെ വ്യക്തമായി വേർതിരിക്കുന്നുണ്ട്. ഡീക്കനായ സ്തേഫനോസിന്റെ പ്രസംഗവും മരണവുമാണ് 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആ പ്രസംഗത്തിൽ പഴയ നിയമം മുഴുവനും സംഗ്രഹിച്ചിരിക്കുന്നു. സ്തേഫനോസിന്റെ മരണത്തെ യേശുവിന്റെ മരണവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ഘടനയിലെ 3-ാം ഭാഗത്തിലേക്ക് നാം കടക്കുന്നത്. 3-ാം ഭാഗം 8-ാം അധ്യായം 2-ാം വാക്യം മുതൽ 12-ാം അധ്യായം 25-ാം വാക്യം വരെയാണ്. സമറിയായിലും യൂദയായിലെയും പ്രേക്ഷിത ദൗത്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ജെറുസലേമിന് പുറത്തേക്ക് സഭ വ്യാപിക്കാൻ കാരണം മതമർദ്ദനമാണ്. മതമർദ്ദന സമയത്ത് അപ്പസ്തോലന്മാർ ജെറുസലേമിൽ തന്നെ തങ്ങുകയും ഡീക്കന്മാരിൽ ചിലർ പുറത്തുള്ള ശുശ്രൂഷ, അതായത് വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നു. അരൂപിയാൽ നയിക്കപ്പെട്ട് ഫിലിപ്പോസും കൂട്ടരും വചനം പ്രഘോഷിക്കുന്നത് 8-ാം അധ്യായത്തിലും പൗലോസിന്റെ മാനസാന്തരവും അതുവഴി വിജാതീയരിലേക്കുള്ള വചന പ്രചാരണത്തിന്റെ പ്രാരംഭവും 9-ാം അധ്യായത്തിൽ ലൂക്കോസ് വിവരിക്കുന്നു. പത്രോസിന്റെ നേതൃത്വം ഈ പ്രേക്ഷിത ഭാഗത്ത് വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പോസും കൂട്ടരും വചനം പ്രസംഗിക്കുകയും മാമോദീസ നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും അപ്പസ്തോലന്മാരാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്.
വിജാതീയരോട് ആദ്യമായി സുവിശേഷം പ്രസംഗിക്കുന്നതും പ്രേക്ഷിത ചരിത്രത്തിൽ ഒരു ഘട്ടം ആരംഭിക്കുന്നതും പത്രോസാണ്. കൊർണേലിയൂസിന്റെ മാനസാന്തര സംഭവത്തിലൂടെ വാസ്തവത്തിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നതിന് പത്രോസിനെയാണ് ദൈവം ആദ്യം മാനസാന്തരപ്പെടുത്തുന്നത്. പത്രോസ് മടിച്ചു നിൽക്കുന്നിടത്ത് അരൂപി നേരിട്ട് ഇടപെടുന്നു. ആ പുതിയ ഘട്ടത്തിൽ യഹൂദ ക്രൈസ്തവരായ ജെറുസലേം വിശ്വാസി സമൂഹത്തിന്റെ അംഗീകാരം ഉറപ്പാക്കുകയും അന്ത്യോക്യയിലെ വിജാതീയ ക്രൈസ്തവ സഭയെ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ മൂന്നാം ഭാഗം അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഹെറോദോസിന്റെ കാലത്ത് അപ്പസ്തോലന്മാരിൽ ഒരാളായ യാക്കോബ് വധിക്കപ്പെടുന്നു. അടുത്ത അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 4-ാം ഭാഗത്ത് 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം 35-ാം വാക്യം വരെ വിജാതീയരുടെ ഇടയിലെ പ്രാരംഭ പ്രേക്ഷിത ദൗത്യം ലൂക്ക അവതരിപ്പിക്കുന്നു. അന്ത്യോക്യ സഭയുടെ നേതൃത്വത്തിൽ പൗലോസും ബർണബാസും നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. അതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും സഭ അതെങ്ങനെ കൈകാര്യം ചെയ്ത രീതിയും പുതിയ കാഴ്ചപ്പാടുകളും ഈ ഭാഗത്ത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അന്ത്യോക്യ സഭയാണ് സാർവത്രിക പ്രേക്ഷിത ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ആ സഭയുടെ നിർദ്ദേശമനുസരിച്ചാണ് പൗലോസും ബർണബാസും ദൗത്യം നിർവഹിക്കുന്നത്. ഒരു വ്യക്തി തനിച്ചല്ല, 2 പേരുടെ ഗണത്തെയാണ് ദൗത്യത്തിനായി നിയോഗിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ആ സാർവത്രിക ദൗത്യം അവർ ആരംഭിക്കുന്നത്. ആദ്യ പ്രേക്ഷിത യാത്രയിൽ 13-ാം അധ്യായം 1 മുതൽ 14-ാം അധ്യായം 28 വരെ അവർ, അതായത് പൗലോസും ബർണബാസും, സൈപ്രസ്, പിസീദിയയിലെ അന്ത്യോക്യ, ഇക്കോണിയം, ലിസ്ട്ര, ദർബ എന്നിവിടങ്ങളിൽ വചനം പ്രഘോഷിക്കുന്നു. വിജാതീയ ദൗത്യം ഒരേ സമയം വെല്ലുവിളികളും പുതിയ പ്രതീക്ഷകളും അവർക്ക് നൽകി. പൗലോസിന്റെ നയങ്ങളെ എതിർക്കുന്ന യഹൂദ ക്രൈസ്തവ ചിന്താഗതിക്കാർ ഉയർത്തിയ വെല്ലുവിളികളും അത് കൈകാര്യം ചെയ്യുന്ന സഭാശൈലിയും ഇവിടെ പ്രധാനമാണ്. അരൂപയുടെ നേതൃത്വത്തിൽ സഭാപ്രതിനിധികൾ ഒരുമിച്ചുകൂടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഭാവിയിലേക്ക് ഉപകാരപ്രദമായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ജെറുസലേം കൗൺസിൽ സഭയിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലിയുടെ ആദ്യ രൂപമായി. എക്കാലത്തെയും സഭയ്ക്ക് ഇത് ജെറുസലേം കൗൺസിൽ ഒരു മാതൃക തന്നെയാണ്. 12-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അടുത്തതായി അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ഘടനയിലെ അവസാനത്തെ ഭാഗം, 5-ാമത്തെ ഭാഗത്തേക്ക് നാം കടക്കുന്നു. 15-ാം അധ്യായം 26 മുതൽ 28-ാം അധ്യായം 31 വരെയുള്ള വാക്യങ്ങൾ ഭൂമിയുടെ അതിർത്തികളിലേക്കുള്ള പ്രേക്ഷിത ദൗത്യം. പൗലോസിന്റെ 2-ാമത്തെയും 3-ാമത്തെയും പ്രേക്ഷിത യാത്രകളും അവസാനം സുവിശേഷം റോമായിൽ എത്തിച്ചേരുന്നതുമാണ് ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. പലവിധ പ്രതിസന്ധികളിലൂടെ അപ്പസ്തോലന്മാരും അവരുടെ സഹപ്രവർത്തകരും തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുന്നു. 2-ാം പ്രേക്ഷിത യാത്രയിൽ 15-ാം അധ്യായം 36 മുതൽ 18-23 വരെ പൗലോസും ബർണബാസും വേർപിരിയുന്ന സാഹചര്യം, പിന്നെ സീലാസിനെ കൂട്ടി ഗലാത്യയിൽ നടത്തുന്ന പ്രവർത്തനവും മാസിഡോണിയ, ഫിലിപ്പി ദൗത്യങ്ങളും തെസലോണിക്ക, ആഥൻസ്, കൊറിന്ത്യ ദൗത്യങ്ങളും നിർവഹിച്ചതിന് ശേഷം പൗലോസ് ജെറുസലേം സന്ദർശിക്കുന്ന ഭാഗത്തോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നു. 3-ാമത്തെ പ്രേക്ഷിത യാത്രയിൽ എഫേസൂസിലെ അപ്പോളോസിന്റെ ശുശ്രൂഷയും കൊറിന്ത്യ ശുശ്രൂഷയും, എഫേസൂസിലെ ദൗത്യവും മാസിഡോണിയയിലും ഗ്രീസിലുമുള്ള ദൗത്യവും തുടർന്നുള്ള ജെറുസലേം യാത്രയും ലൂക്ക വിവരിക്കുന്നു. 21-ാം അധ്യായം 18-ാം വാക്യം മുതൽ 28-ാം അധ്യായം 31 വരെയുള്ള വാക്യങ്ങൾ പൗലോസിന്റെ ജെറുസലേം ശുശ്രൂഷയും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും വിചാരണകൾ നേരിടുന്നതും പൗലോസ് നടത്തുന്ന സാക്ഷ്യങ്ങളും പ്രസംഗങ്ങളും റോമിലേക്കുള്ള യാത്രയും ക്ലേശങ്ങളും റോമിൽ എത്തിച്ചേരുന്നതുമെല്ലാം വിവരിച്ച് ഈ ഗ്രന്ഥം അവസാനിക്കുന്നു.
കൃത്യമായ ഒരു ഉപസംഹാരം, കൺക്ലൂഷൻ ഇവിടെയില്ല. ചരിത്രം തുടർന്ന് കൂട്ടിച്ചേർക്കാവുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥം ഇവിടെ അവസാനിക്കുന്നു. എങ്കിലും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ തുടരുകയാണ്. പുസ്തകം തീരുന്നു, പക്ഷേ പ്രവൃത്തികൾ ഇന്ന് നമ്മിലൂടെ തുടരുന്നു. പുസ്തകത്തിൻ്റെ ലഘുവിവരണം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും പഠിക്കാം, ധ്യാനിക്കാം. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ നമ്മിലൂടെ തുടരട്ടെ.